നമസ്കാരം. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവ് പ്രയോജനപ്പെടുത്തി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഭൂഗർഭ താവളങ്ങളിൽ കുടുങ്ങിപ്പോയ മിസൈൽ ലോഞ്ചറുകൾ പുറത്തെടുക്കാൻ ഇറാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഈ മാസം 8-നാണ് അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ സൈനിക താവളങ്ങളിൽ അസാധാരണമായ നീക്കങ്ങൾ നടക്കുന്നതായാണ് വിവരം. തബ്രീസിലെയും ഖുമൈനിയിലെയും സൈനിക താവളങ്ങളിൽ നിന്നും ട്രക്കുകളിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ ആരംഭിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തടയാനായി ഇസ്രായേലും യുഎസും ചേർന്ന് തകർത്ത താവളങ്ങളുടെ കവാടങ്ങൾ തുറക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ താവളങ്ങളുടെ പ്രവേശന കവാടങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്ന് മണ്ണും കല്ലും മൂടിക്കിടക്കുകയാണ്. ഇവ നീക്കം ചെയ്യുന്നതിലൂടെ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമായിരിക്കുന്ന മിസൈലുകൾ വിന്യസിക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇറാന്റെ മിസൈൽ പദ്ധതി പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും രാജ്യം വർഷങ്ങളോളം സൈനികമായി നിഷ്ക്രിയമാകുമെന്നും പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സത്ത് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിലൂടെ ഇറാന്റെ ആയുധശേഷി നശിപ്പിച്ചുവെന്നായിരുന്നു യുഎസ് നിലപാട്. എന്നാൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി ഇറാൻ വീണ്ടും സജ്ജമാകുമെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ വെടിനിർത്തൽ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് അമേരിക്കയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അടുത്ത ആഴ്ച അവസാനിക്കുന്ന വെടിനിർത്തൽ നീട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താൽപ്പര്യമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും വൈറ്റ് ഹൗസ് ഇത് തള്ളി. ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് പ്രസ് സെക്രട്ടറി കാരൻ ലീവിറ്റും വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ്. കടലിടുക്ക് ഉപരോധിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ രഹസ്യ ചർച്ചകൾക്ക് ശേഷം കടലിടുക്ക് ഇപ്പോൾ ശാശ്വതമായി തുറന്നു കൊടുത്തിരിക്കുകയാണെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നുമുണ്ട്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ലോകത്തിലെ 5-1 എണ്ണ വിതരണം നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാനെ ചർച്ചാമേശയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് ട്രംപ് ഈ നീക്കം നടത്തിയത്. ചൈന ഇറാനെ സഹായിക്കുന്നത് നിർത്താമെന്ന് ഉറപ്പ് നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി സങ്കീർണമാണ്. ഈ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് യുഎസ് സൈന്യം കർശന മുന്നറിയിപ്പ് നൽകുന്ന ഓഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കപ്പലുകൾ പരിശോധിക്കുമെന്നും ലംഘിക്കുന്നവർക്കെതിരെ ബലപ്രയോഗമുണ്ടാകുമെന്നും യുഎസ് ഉദ്യോഗസ്ഥർ കപ്പലുകളെ റേഡിയോ വഴി അറിയിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവന ചൈനയെ പ്രീണിപ്പിക്കാനാണെന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ ട്രംപിന്റെ ഉപരോധം അപകടകരവും നിരുത്തരവാദിത്തപരമാണെന്നാണ് ഷീ ജിൻപിങ് പ്രതികരിക്കുന്നത്. ലോകം വീണ്ടും കാട്ടുനീതിയിലേക്ക് മടങ്ങരുതെന്നും ചൈനീസ് ഭരണാധികാരി ആഹ്വാനം ചെയ്തിരുന്നു. നിലവിൽ ഇറാൻ തുറമുഖങ്ങൾ യുഎസ് ഉപരോധത്തിലാണെന്നും അത് കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലാവധി കഴിയുന്നതോടെ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാൻ നടത്തുന്ന പുതിയ നീക്കങ്ങൾ ഇതിന്റെ സൂചനയായാണ് കരുതപ്പെടുന്നത്.